നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നവംബർ 30 മുതൽ ഡിസംബർ 6 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 5-ാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 6-ന് ബുധൻ വൃശ്ചികത്തിലേക്കും മാറുന്നു. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. കുടുംബത്തിൽ സമാധാനമുള്ള ഒരു അന്തരീക്ഷം, മാതാവുമൊത്ത് തറവാട്ട് വീട്ടിൽ പോകുവാനും അതുപോലെ അവിടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ പങ്കുവയ്ക്കുവാനും സ്വന്തം കുടുംബത്തിൽ സ്വന്തം വീട്ടിൽ ജീവിത പങ്കാളിയുമൊത്ത് മക്കളുമൊക്കെ ഒത്ത് നല്ല രീതിയിൽ ചിലവഴിക്കാനും സാധിക്കുന്ന ഒരാഴ്ചയാണിത്. പ്രത്യേകിച്ചും സാമ്പത്തികമായ ഒരു വരവ് അവരുടെ എല്ലാ ആഹ്ലാദങ്ങൾക്കും കൂടുതൽ തിളക്കമേകുന്നു. ഒന്നിനും ഒരു കുറവുണ്ടാകുന്ന അവസ്ഥ കാണുന്നില്ല. എന്നാൽ ശാരീരികമായ ചില അവശതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. അതൊന്നും പക്ഷേ ഈ ഒരു ആഴ്ചയിൽ ഇവരെ വലുതായി മാനസികമായി ബാധിക്കുന്നില്ല എന്നതാണ് സത്യം. ചില സൗഹാർദ്ദങ്ങൾ, ചില വലിയ കൂട്ടുകെട്ടുകൾ, അതുപോലെ തന്നെ ഒത്തൊരുമയോടുകൂടി പോകുന്ന ചില കുടുംബാന്തരീക്ഷത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യൽ, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. സൗഹാർദ്ദക്കൂട്ടങ്ങളുടെയും ഒരു വലിയ ആരവം തന്നെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നു. തങ്ങളുടെ വാഹനം പുതിയ വാഹനം വാങ്ങുക, അതുമായി ബന്ധപ്പെട്ട് അതിൽ ഉല്ലാസയാത്ര നടത്തുക, മാതാവുമൊത്ത് കുടുംബ വീട്ടിൽ മാതാവിനെ പോയി കാണുക, മാതാവിൻ്റെ പരിപാലനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നു. സ്വന്തം വീട്ടിൽ മാറ്റം വരുത്താനും അതുപോലെ തന്നെ മോടി പിടിപ്പിക്കാനുമൊക്കെ സാധിക്കുന്നു. അതുപോലെ വാഹനത്തിൻ്റെ കുറവുകൾ പരിഹരിക്കുന്നു. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. പൊതുവേ ഗുണകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാർ, പ്രത്യേകമായി മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരാണെങ്കിൽ അവരവരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, ആരോഗ്യമെന്ന് പറയുമ്പോൾ രോഗമോ മറ്റു തരത്തിലുള്ള അവശതയോ അല്ല, മറിച്ച് അപകട സാധ്യതകളാണ്. അതുകൊണ്ട് വാഹനം കൃത്യമായി ഒരു നിയന്ത്രണത്തോടു കൂടി ഓടിക്കുക. കയറ്റങ്ങൾ കയറുമ്പോഴും സാഹസിക മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കുക. തീ, ഇലക്ട്രിസിറ്റി ഇതിനോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങൾ, ഭാരമുള്ള വസ്തുക്കൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധ വേണം. ജിമ്മിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. വാഹനത്തിന് അമിത വേഗത പാടില്ല എന്നും പറയുന്നു. അതുപോലെ തന്നെ സ്വന്തം വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചിലപ്പോൾ ചില വാക്കുകൾ കലഹത്തിനോ കയ്യേറ്റത്തിനോ ഒക്കെ കാരണമാകാം. കേസും വഴക്കുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിൽ വലിയ ദോഷങ്ങളൊന്നുമില്ല. പുറമേ ഉള്ള ഒരുപാട് കാര്യങ്ങളാൽ അതൊക്കെ ആകർഷകമായി മുന്നോട്ട് പോകുമെങ്കിലും ഉള്ളിൽ നേരത്തെ തന്നെ കലഹമോ പകയോ വിദ്വേഷമോ സൂക്ഷിക്കുന്നവർക്ക് അത് വർദ്ധിക്കാനും ഇട കാണുന്നുണ്ട്. ചിലപ്പോൾ രണ്ടിടത്തായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത, ജീവിത പങ്കാളിയുടെ പിതാവിന് അത്ര നല്ലതല്ലാത്ത അവസ്ഥയാൽ അവർ അവിടെ പോയി നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഏകാന്തത അനുഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. എന്തായാലും ധനപരമായും കുടുംബ സംബന്ധമായും ഓരോരുത്തരുടെയും അവരുടെ മൂല തറവാടുമായി ബന്ധപ്പെട്ടുമൊക്കെ സൗഹാർദ്ദത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ സന്തോഷമാണ് കാണുന്നത്. ധനപരമായ വരവും കാണുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ തക്കവണ്ണം നല്ല ധനം വരുന്നുണ്ട്. വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും വീട് മോടി പിടിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ ഇത് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷവശം അപകട സാധ്യതകളാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനാണ് സാധ്യത. ഈ ഒരു ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 2, 3, പിന്നെ 6 നല്ല ദിവസങ്ങൾ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ സാമ്പത്തികമായി വളരെ നേട്ടമാണ് കാണുന്നത്. ചിലപ്പോൾ ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങൾ ഇവർക്ക് ഭാഗ്യം വളരെ അനുകൂലമായി വരാം. ചിലപ്പോൾ ഭാഗ്യക്കുറി അടിക്കാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യം ഇവർ അന്വേഷിച്ചിരിക്കുകയാണെങ്കിൽ അതിന് വളരെ വിജയകരമായൊരു സമാപ്തി ഉണ്ടാകുമെന്ന് കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ കൂടുതൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും വീട്ടുപകരണങ്ങൾ വാങ്ങുവാനുമൊക്കെ ഇപ്പോൾ സാധിക്കുന്നു. തങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രിയമേറുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രിയമേറുന്നു. സ്വന്തം കർമ്മരംഗം കുറച്ചുകൂടി ശോഭിക്കപ്പെടുന്നു. തങ്ങളുടെ ധിഷണ കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും തങ്ങളുടെ ക്രിയാത്മക ശക്തി കൊണ്ടുമൊക്കെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നുണ്ട്.
കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിന്നേക്കാം. ചില ഈഗോ ക്ലാഷുകളൊക്കെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായെന്ന് വരാം. എന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ചുറ്റുപാടുകൾ നല്ലതായതുകൊണ്ട് ഒന്നും ഒരു കലഹത്തിലോ വേർപാടിലോ ഒന്നും അവസാനിക്കുന്നതായി കാണുന്നില്ല. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇവരുടെ സന്താനങ്ങൾക്കും ഗുണമാണ്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ പരീക്ഷയോ മറ്റു കാര്യങ്ങളോ, ഇവർ കോളേജ് വിദ്യാർത്ഥികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളോ ഒക്കെ ആണെങ്കിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിജയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കയറ്റമോ പ്രൊമോഷൻ സാധ്യതയോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം എന്ന് പറയാവുന്നത് ഈ ആഴ്ച വലുതായിട്ടില്ല. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും എല്ലാം തന്നെ കാണുന്നുണ്ട്. ആദ്യ പകുതിയിലെ ആദ്യ ദിവസങ്ങൾ അല്പം ചിലവ് കൂടിയിരിക്കും എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അമ്മയുടെ, ഈ നക്ഷത്രക്കാരുടെ മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ പിതൃ സഹോദരന്മാരുടെ, ചില ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പിതൃ സഹോദരന്മാരുടെ വല്ലാത്ത അവസ്ഥയിൽ ഇവർ പണം മുടക്കേണ്ടി വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പൊതുവെ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും സാമ്പത്തികം കുറച്ച് ചിലവാകുന്നു. പക്ഷേ അതിനൊക്കെ പരിഹരിക്കുന്ന തരത്തിൽ വീണ്ടും ഇവരിലേക്ക് വരവുണ്ടാകുന്നു എന്നതായിട്ടാണ് കാണുന്നത്. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ട് വരാവുന്നത് ഉദര സംബന്ധമായ രോഗമോ അസ്വസ്ഥതകളോ ആണ്. പൈൽസ്, ഫിസ്റ്റുല, ഇൻഡൈജഷൻ ഇതൊക്കെ നേരത്തെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട, ഈ കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ ഈ പറയുന്ന ഗർഭാശയവുമായി ബന്ധപ്പെട്ടോ ആർത്തവ സംബന്ധവുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ദോഷാധിക്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1, പിന്നെ 4, 5 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ്. ആദ്യ പകുതി 4ഓളം ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്തു നിന്ന് ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും വളരെ ഗുണം കാണുന്നു. അതുമാത്രമല്ല, അഭിലഷിച്ച കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പ്രവർത്തനങ്ങളിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹകരിക്കാനും അതിൽ നിന്ന് മാനസിക സന്തോഷം ലഭിക്കാനും സാധ്യതയുണ്ട്. ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളിലോ വളരെ പോസിറ്റീവായ തീരുമാനമുണ്ടാകുന്നു. വീട്ടിലെ കാരണവസ്ഥാനത്തുള്ളവരോ ജ്യേഷ്ഠ സഹോദരന്മാരുടെയോ സഹായത്താൽ ഇവർക്ക് കുടുംബസ്വത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ വിഹിതത്തിൻ്റെയോ ഒരു ഗുണം പണത്തിൻ്റെ രൂപത്തിൽ ഇവരിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്നും മറ്റു പല കുറവുകളിൽ നിന്നും ഇവർക്ക് പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ഒരു തുക ഇവർക്ക് വന്നെത്തുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം എന്ന് പറയുമ്പോൾ അവസാന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള 2 ദിവസങ്ങൾ വളരെ വലിയ ചില ചിലവുകൾ വരാം. പ്രത്യേകിച്ചും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ മാതാവിനോ ഭാര്യയ്ക്കോ മകൾക്കോ സഹോദരിക്കോ പ്രശ്നങ്ങളുണ്ടാകാം. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായ കുഴപ്പങ്ങളുണ്ടാകാം. ചില സ്ത്രീ സുഹൃത്തുക്കളുടെയോ സഹോദരി സ്ഥാനത്തുള്ളവരുടെയോ അല്ലെങ്കിൽ മകളുടെ പോലുമോ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാനസികമായ വിഷമമോ കുഴപ്പമോ ഉണ്ടാക്കിയേക്കാം. ആഴ്ചയുടെ അവസാന ദിവസത്തിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം ചിലപ്പോൾ ഇവർക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടതായി വരുന്നതായി കാണുന്നു. ചിലപ്പോൾ അത് വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര തരപ്പെടുന്നതാവാം ചിലർക്കെങ്കിലും. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരാം. ചിലപ്പോൾ അവർ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിൻ്റെയോ ഭാഗമെന്നോണം ഈ പറയുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങളിലോ ഒക്കെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം വളരെ ഗുണകരമാണ്. മനസ്സമാധാനം, സാമ്പത്തിക ലാഭം, സന്തോഷം ഇതെല്ലാം കാണുന്നു. പൊതുവെ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അസിഡിറ്റിയുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ സമയത്തു തന്നെ ഭക്ഷണം കഴിക്കുക, അതുപോലെ ഈ അമ്ല സ്വഭാവമുള്ള ആഹാര സാധനങ്ങൾ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത് ആണ് പരിഹൃതമായ ഒരേ ഒരു അവസ്ഥ. അത്തരം കാര്യങ്ങളാൽ വിഷമം ഉണ്ടാകാമെന്ന് കാണുന്നു. ഈ ആഴ്ചയിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 30, 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. 30, 1, 2, 3 പിന്നെ 6 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം
ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷവും അവസാനത്തെ ദിവസങ്ങൾക്ക് ശേഷവുമുള്ള ഇടയ്ക്കുള്ള ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ തുടക്ക 2 ദിവസങ്ങളും അവസാനത്തെ ദിവസവും ഒഴിച്ചുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും കർമ്മരംഗത്താണ് ഗുണം. ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. തൊട്ടടുത്ത ദിവസങ്ങൾ അതിൻ്റെ വിജയമെന്നോണം സാമ്പത്തിക ലാഭം കാണുന്നു. കുറേ നാളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണാൻ സാധിക്കുന്നു. സന്തോഷം നൽകുന്ന, മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങളിൽ ഇടപഴകാൻ സാധിക്കുന്നു. പുതിയ വസ്ത്രം ലഭിക്കുകയോ പുതിയ വീട്ടുപകരണങ്ങൾ ലഭിക്കുകയോ ചെയ്യുന്നു. പുറത്തുപോയി നല്ല ഭക്ഷണം കഴിക്കുകയും മനസ്സിന് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങൾ, ഈ പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം അവസാന ദിവസങ്ങൾക്ക് മുമ്പുള്ള, അവസാന ദിവസത്തിന് മുമ്പുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. കർമ്മരംഗത്തും സാമ്പത്തിക വരവിൻ്റെ കാര്യത്തിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന കാര്യത്തിലും ഗുണകരമാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് പുറത്തു പോകാനോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ കാര്യത്തിലോ പഠനത്തിൻ്റെ കാര്യത്തിലോ തീരുമാനം പോസിറ്റീവായി ഉണ്ടാകാനോ ഒക്കെ ഈ ദിവസങ്ങളിൽ സാധിക്കുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ്. ഇവരെ തുടക്ക ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പിതാവിനത്ര നല്ലതല്ല. അതുപോലെ ചില യാത്രകൾ, ചില പ്ലാനുകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വരും. തുടർന്നുള്ള ദിവസങ്ങളിൽ അതൊക്കെ നടക്കുമെന്ന കാര്യം വേറെ. ആഴ്ചയുടെ അവസാന ദിവസത്തിൽ ഇവർക്ക് ചില പാഴ്ചിലവുകൾ ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ചും ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾ. ഒന്നുകിൽ കർക്കിടകത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ മാതാവിനോ സഹോദരിക്കോ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുമായി ചെറിയ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാമെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്നേഹവും വശ്യതയും പുലർത്താൻ ഇവർക്ക് സാധിക്കുന്നുവെന്ന് കാണുന്നു. ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5 ആണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ 2ാം പകുതിയാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരം എന്ന് പറയുമ്പോൾ അത് അവരുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതുപോലെ എല്ലാവിധത്തിൽ ഇവർ നേടുന്ന സാമ്പത്തികം ഉൾപ്പെടെയുള്ള നേട്ടങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഗുണകരമാണ് കൃത്യമായി അത് കാണുന്നത്. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ കൃത്യമായി ജോലിയും വലിയ വിദ്യാഭ്യാസവും ഉള്ളവർക്ക് ആ മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുകയും പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടത്തക്കവണ്ണമുള്ള മേഖലയിലേക്ക് അവരെ മാറ്റാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ല, സാമാന്യ വിദ്യാഭ്യാസവും കാര്യങ്ങളുമാണെങ്കിലും അവർക്കും അവരുടെ കർമ്മമേഖലകളിൽ വ്യാപരിക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കായാലും അതിന് കുഴപ്പമില്ല. ചിലർ ഒരേ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിലോ സർക്കാർ സ്ഥാപനത്തിലോ ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാന്തരമായ ധനാഗമമായ ചില മാർഗങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. അതിന് അവർക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. അഡീഷണലായി ഇവർക്ക് വരുമാനം വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പണം മുടക്കുന്നതായി കാണുന്നു. സ്വന്തം കീശയിൽ നിന്നുള്ള പണം തന്നെയാണ് മുടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാനധർമാദികളിൽ ഒരുപക്ഷെ എല്ലാ ഭാഗ്യവും ഇവർക്ക് അനുഗ്രഹമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നതും അതിൽ ഏറ്റവും നന്നായി പങ്കുചേരാൻ സാധിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. സാമ്പത്തികമായി ചില പ്രത്യേക അവസ്ഥയിൽ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നത് ആരോടും പറഞ്ഞു നടക്കുകയോ മറ്റും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഗോപ്യമായി വയ്ക്കാനുള്ളൊരു മനസ്സ് ഇവർക്കുണ്ട്. പ്രാർത്ഥന, ആരാധനാലയങ്ങളിൽ പോവുക, തീർത്ഥാടന സ്ഥലങ്ങളിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന ലാഭവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയവും യാത്ര കൊണ്ട് ഗുണവും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരാഴ്ചയാണ്. തുടക്ക ദിവസം പിതാവിനത്ര നല്ലതല്ല, ചില തടസ്സങ്ങളും ഉണ്ടാവാം. അതുപോലെ ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ആണെങ്കിൽ ഏറ്റവും കൂടുതലായി ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ തലയോട്ടി സംബന്ധമായി, ഇവരുടെ തലയോടിൻ്റെ ഭാഗത്തൊക്കെ, അതായത് സ്കിന്നിനും തലമുടിക്കും ഈ സ്കാൽപ്പിനും ഇടയ്ക്കുള്ള ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത കഴുത്തിൻ്റെ പിൻഭാഗം, അങ്ങനെയുള്ള ഇടുക്കുകളിലൊക്കെ സ്കിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നഖങ്ങൾ പൂക്കുക തുടങ്ങിയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ ആകാം. അത് വിദഗ്ധരെ കണ്ട് അതിന് പരിഹാര മാർഗ്ഗങ്ങൾ തേടുക. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6 ആണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ രണ്ടും നല്ലതാണ്. ഇഷ്ടപ്പെട്ട
കുടുംബ അന്തരീക്ഷം ഇവർക്കുണ്ടാകുന്നു, നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, ഭാഗ്യം കനിഞ്ഞനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് തുടക്കത്തിലെ 2 ദിവസങ്ങൾ. ഒന്നുകിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സമ്മാനമോ മറ്റു തുകയോ ലഭിക്കാം. അതല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ധനം കിട്ടാം, ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് ധനമുണ്ടാകാം. അതുമല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന ചില കർമ്മങ്ങളിൽ ഇവർക്ക് നല്ല വിജയമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തുടർന്നു വരുന്ന ദിവസങ്ങൾ ശാരീരികമായ ചില അവസ്ഥയും ചില തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ധനം ആ ദിവസങ്ങളിലും വരാം. ആഴ്ചയുടെ 2ാം പകുതിയുടെ തുടക്ക ദിവസങ്ങളിൽ പിതാവിനത്ര നല്ലതല്ല. ശാരീരികമായ അവശതയും പ്രവർത്തനങ്ങളിൽ മാന്ദ്യവും കാണുന്നു. ചിലപ്പോൾ യാത്ര ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. ചില പ്രധാന കർമ്മമാർഗ്ഗങ്ങൾ ചിലപ്പോൾ തടയപ്പെടാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം വളരെ ഗുണകരമാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിലുള്ള ഗുണത്തേക്കാൾ കൂടുതൽ ഗുണം ആഴ്ചയുടെ അവസാന ദിവസം സാമ്പത്തിക നേട്ടത്തിൻ്റെ രൂപത്തിലും പ്രവർത്തന വിജയങ്ങളുടെ രൂപത്തിലും വരുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറത്തു പോകുവാനും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാഴ്ചകളിൽ അഭിരമിക്കാനും ഇവർക്ക് സാധിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. കുടുംബാന്തരീക്ഷം കുറച്ചുകൂടി ആഹ്ലാദകരമാകുന്നു. ജോലി സ്ഥലത്ത് ഇവരുടെ മതിപ്പ് വർദ്ധിക്കുന്നു. കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ തിളങ്ങാൻ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ട് ഒക്കെ കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. എന്നാൽ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ നട്ടെല്ല് സംബന്ധമായോ വസ്തിപ്രദേശത്തോ എന്തെങ്കിലും അസുഖമോ അസ്വസ്ഥതയോ ഉണ്ടാകാം. ചിലപ്പോൾ ഡോക്ടറെ കാണേണ്ടി വന്നേക്കാം. ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ അരക്കെട്ടിൻ്റെ ഭാഗത്തോ എന്തെങ്കിലുമൊക്കെ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും പണത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ ദൗർലഭ്യം വരില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ആഴ്ചയിൽ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 1, പിന്നെ 6 നല്ല ദിവസമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ആഴ്ചയുടെ ആദ്യത്തെ പകുതി വളരെ ഗുണകരമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നതായിട്ടാണ്. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പരാധീനതയ്ക്ക് ഒരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും വലിയൊരളവിൽ ഇത് ആശ്വാസം നൽകുന്നു. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പല കർമ്മങ്ങളും തുടങ്ങാൻ സാധിക്കുന്നു. ശത്രുപക്ഷത്തു നിന്നിരുന്നവർ മിത്രമായി മാറുന്നു. ഉദരവ്യാധി ഒക്കെ മാറുന്നു. പല ശത്രുക്കൾ ഇടപെട്ട് പല കാര്യങ്ങളും തടസ്സപ്പെടുത്തിയിരുന്നത് അതൊക്കെ മാറ്റം വരുന്നു. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം മംഗളകരമായ പല കുടുംബ കർമ്മങ്ങളിലും ഇവർക്ക് പങ്കുകൊള്ളാൻ സാധിക്കുന്നു. തടഞ്ഞു കിടന്നിരുന്ന പല കാര്യങ്ങളും ഓപ്പണാകുന്നു, തുറന്നു കിട്ടുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ധനാഗമ മാർഗമോ യാത്രയോ ജോലിയോ പഠനമോ അതെല്ലാം വഴി തുറന്നു കിട്ടുന്നു. അതിലെ തടസ്സങ്ങളും മുടക്കങ്ങളുമൊക്കെ മാറുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ വിഷമങ്ങളും പരാധീനതകളും മാറുന്നു. ആരോഗ്യ സംബന്ധമായി അവർക്ക് ഗുണം വരുന്നു. മനസ്സിന് സമാധാനം ലഭിക്കുന്ന അന്തരീക്ഷം വീട്ടിലാകമാനം ഉണ്ടാകുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഓർക്കാപ്പുറത്ത് ധനപരമായി നേട്ടമുണ്ടെങ്കിലും ഓർക്കാപ്പുറത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും തുലാക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ മുഖേന, അതിനർത്ഥം അമ്മ, സഹോദരി, ഭാര്യ, മകൾ ഇവർക്കാർക്കെങ്കിലുമോ സ്ത്രീ സുഹൃത്തിനോ എന്തെങ്കിലും ദോഷമുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ആഴ്ചയുടെ അവസാന ദിവസം പിതാവിനും അത്ര നല്ലതല്ല. ചില യാത്രകൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ചില സംരംഭങ്ങളിൽ ചിലപ്പോൾ മുടക്കമുണ്ടാവുകയും ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1, 2, 3 നല്ല ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ അവസാന ദിവസം ഒഴിച്ച് പൊതുവെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം തന്നെയാണ്, അല്ലെങ്കിൽ ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന വിജയമാണ് ഈ ആഴ്ചയിലെ ഈ ദിവസങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോജ്വലമായിട്ടുള്ളത്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളിൽ വിജയമുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തു നിന്ന് പണം ഉണ്ടാവുകയോ നഷ്ടപ്പെട്ട് കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ ലാഭത്തിലേക്ക് മാറുകയോ ഒക്കെ ചെയ്യാം. ഇവർക്ക് ഈ ഉദര സംബന്ധമായിട്ടുള്ള അസുഖമോ പ്രശ്നമോ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം കാണുന്നുണ്ട്. എന്നാൽ കാൽപാദങ്ങൾക്കും കാൽമുട്ടുകൾക്കുമൊക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യത ഈ പറയുന്ന ആഴ്ചയുടെ അവസാന ദിവസമാണത് കാണുന്നത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ ഇരട്ട സഹോദരന്മാർ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരാൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നമുണ്ടാകാം. അതോടൊപ്പം തന്നെ ഈ ഇരട്ട സഹോദരന്മാരിൽ 2 പേർക്കും നല്ല ധനപരമായ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതിയ വാഹനം വരാം. വീടുമായി ബന്ധപ്പെട്ടും ചില അറ്റകുറ്റപ്പണികളും മോടി പിടിപ്പിക്കലുമൊക്കെ വളരെ ഗുണകരമായി മുന്നോട്ട് പോകും. സാമ്പത്തിക ലാഭം ഉണ്ടെന്ന് പറഞ്ഞു. കടബാധ്യതയിൽ നിന്ന് മോചനം പറഞ്ഞു. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അധികമായി ലഭിക്കുന്ന പണം
ചില ആശ്വാസങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, ചില രോഗാരിഷ്ടതകൾ നേരിടുന്നവർക്ക് കൊടുക്കാനുമൊക്കെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഇവരുടെ മനസ്സിനും ശരീരത്തിനും ആശ്വാസവും സന്തോഷവും നൽകുന്ന ആഴ്ചയാണിത്, പ്രത്യേകിച്ചും ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം. ആദ്യത്തെ 2 ദിവസങ്ങൾ ഇവരുടെ സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല. ഒടുവിലത്തെ ദിവസം ഇവർക്കും ശാരീരികമായ ആവശ്യത കാണുന്നുണ്ട്. എന്നാൽ ഒടുവിലത്തെ ദിവസം അപ്രതീക്ഷിതമായി ധനം ഇവരിലേക്ക് വന്നു ചേരും. ബാക്കിയുള്ള ദിവസങ്ങളിലും അതുണ്ട്. ആദ്യത്തെ 2 ദിവസം ഒഴിച്ചാൽ അവസാന ദിവസത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം ഇവരിലേക്ക് വരാം, അല്ലെങ്കിൽ വിജയം വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5 ആണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ 2ാം പകുതിയാണ് കൂടുതൽ ഗുണകരം. ആദ്യ പകുതിയിൽ മാതാവിൻ്റെ ചില പ്രത്യേക അവസ്ഥകൾ കാരണം ഇവർക്ക് തറവാട്ടിൽ കയറാൻ താല്പര്യം കുറയുകയോ അല്ലെങ്കിൽ മാതാവുമൊത്തുള്ള ചില സംഭാഷണങ്ങളും അതുപോലെ ചില പെരുമാറ്റങ്ങളുമൊക്കെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാവുകയോ ചെയ്യാം. ഇതൊന്നുമല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും ശാരീരികമായ അവശതയിൽ ഇവരുടെ മനം വല്ലാതെ നൊമ്പരപ്പെടുന്നതുമാവാം. എന്തായാലും വാഹനവുമായി ബന്ധപ്പെട്ടും ഇവർക്ക് നേരിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലുണ്ട്. എന്നാൽ ആഴ്ചയുടെ 2ാം പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടമാണ് പ്രധാനമായും കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ ഏതെങ്കിലും തരത്തിൽ അലട്ടിയിരുന്ന വസ്തുതകൾ മാറുന്നു, കാര്യങ്ങൾ ശരിയായി വരുന്നു. ഇവരുടെ വാക്കുകൾക്കും ഇവരുടെ പ്രവർത്തനങ്ങൾക്കും വിലയുണ്ടാവുന്നു. മുമ്പ് പരിഹാസവും വിമർശനവും ഏറ്റിരുന്നവർക്ക് അതൊക്കെ മാറുന്നു. വിമർശനങ്ങളുടെ ഒരു തോത് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിലെ വിജയം മറ്റുള്ളവർക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മുടക്കങ്ങളൊക്കെ മാറുന്നു. കർമ്മം കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നു. സാമ്പത്തിക ഭദ്രതയുണ്ടാവുന്നു. യാത്രയിലെ മുടക്കങ്ങൾ മാറുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലെ തടസ്സങ്ങൾ മാറുന്നു. മേലധികാരികളുടെ പ്രീതിയും അനുമോദനങ്ങളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു ആഴ്ചയുടെ 2ാം പകുതി. അതുപോലെ രോഗം എന്ന് പറയുന്നൊരവസ്ഥ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സന്താനങ്ങൾക്ക് ഇൻഫെക്ഷനോ ശാരീരികമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അകാരണമായി ഈ പറയുന്ന ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മനസ്സ് വിഷമിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. 2ാം പകുതിയിൽ ഇതിനൊക്കെ ഘടകവിരുദ്ധമായി ഗുണവും സാമ്പത്തിക നേട്ടവും വിജയവുമാണ്. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആദ്യത്തെ 2 ദിവസങ്ങളും പിന്നെ അവസാനത്തെ 1 ദിവസവുമാണ്. അതായത് 3 ദിവസങ്ങളോളം ഗുണം, 3 ദിവസങ്ങൾ അത്ര നല്ലതുമല്ല. മധ്യഭാഗത്ത് വരുന്ന 3 ദിവസങ്ങളാണ് ദോഷം. അതിൽ പ്രധാനമായും മാതാവിനും ഇവരുടെ ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മാതാവ്, മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ, ഇവർക്കാണ് ഇത്തിരി ദോഷം കാണുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായുള്ള ദോഷങ്ങളാണ്. മാതാവിൻ്റെ ചില ഇടപെടലുകൾ ഇവർക്ക് മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ടാക്കും. ചിലപ്പോൾ മാതാവിൻ്റെ സ്ഥാനത്തോ പിതാവിൻ്റെ സ്ഥാനത്തോ ഉള്ള രക്ഷാകർതൃ സ്ഥാനത്തുള്ളവരുമായി വാഗ്വാദം ഉണ്ടാകാനും അത് മനോവിഷമം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും വളരെ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാനും നന്നായി സാമ്പത്തികമുണ്ടാക്കാനും സാധിക്കും. തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വിജയം വരുന്ന കാലത്ത് കൂടുതൽ ഉറപ്പ് ഇവരുടെ കർമ്മരംഗത്ത് സിദ്ധമാകാൻ തരത്തിലുള്ള ഒരു അവസ്ഥ കാണുന്നു. സഹോദര ഗുണവും ബന്ധുഗുണവും സുഹൃത്തുക്കളുടെ സഹകരണവും ഒക്കെ തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം പിന്നെ നല്ല സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ചിലപ്പോൾ മറ്റൊരു സംരംഭം ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഉടമ്പടികൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് അനുകൂലമായി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ നോക്കിയാൽ ഈ ആഴ്ച ഗുണകരമാണ്. ഇടയ്ക്ക് വരുന്ന 2 ദിവസങ്ങൾ വൈകാരികമായ ചില പ്രശ്നങ്ങളാലാണ് ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാകുന്നത്. സ്വന്തം കർമ്മത്തിലെ വീഴ്ചയോ സാമ്പത്തിക പരാധീനതയോ അല്ല. അപ്പോൾ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1, പിന്നെ 6 താരതമ്യേന ഗുണമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരെ 2ാം പകുതി വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് ഭാഗ്യം അനുകൂലമായി വരുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ പല അപേക്ഷകൾ പറഞ്ഞിട്ടും പലവരും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടും സഹായിക്കാതിരുന്നവർ പൊടുന്നനവേ സഹായത്തിൻ്റെ വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ഈശ്വരാധീനത്തിൻ്റെയോ ഭാഗ്യാനുകൂലത്തിൻ്റെയോ കാര്യമായിട്ടായിരിക്കണം അങ്ങനെ ഒരു വരവ്. അതെന്തായാലും ഭാവിയിലെ പല കാര്യങ്ങൾക്കും അവർക്ക് തുടക്കമിടാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്.
ആദ്യത്തെ ദിവസം ചില കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ കൂട്ടുകാരോടോ, ആദ്യത്തെ 2 ദിവസങ്ങൾ ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ തൊട്ടടുത്ത അയൽക്കാരുമായി ബന്ധപ്പെട്ടോ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ഉണ്ടാകാം, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാകാം. എന്നാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതെല്ലാം പരിഹാരം കണ്ടെത്തുകയും സാമ്പത്തികമായി ലാഭമുണ്ടാവുകയും പ്രവർത്തിക്കാൻ നന്നായി മനസ്സും ശരീരവും ഒരുമ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരം തന്നെയാണ് ഈ ആഴ്ച ഇവർക്ക്. തുടക്ക ദിവസങ്ങളും അവസാനത്തെ ദിവസവും മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അവസാന ദിവസം ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സന്താനങ്ങൾക്ക് ദോഷകരമായ അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുഖത്തിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധ വേണം. അവസാന ദിവസം സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണം വളരെ കാണുന്നുണ്ട് അവസാനത്തെ 2 ദിവസങ്ങൾ. എന്നാൽ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ മനസ്സിന് വിഷമമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3 പിന്നെ 6. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തേക്കാൾ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും പിന്നീട് ആദ്യ പകുതിയിലെ ആദ്യ ദിവസങ്ങളുമാണ് വളരെ ഗുണകരം. ആ തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമെന്ന് പറഞ്ഞാൽ ഇവർ തടസ്സപ്പെട്ട് നിന്നിരുന്ന ഒരു സ്ഥലത്ത്, നൈരാശ്യത്തോടെ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് വിജയത്തിൻ്റെ വഴി തുറന്നു കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അത് മനസ്സിന് വല്ലാത്ത സന്തോഷവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയും മനസ്സിനുണ്ടാകുന്നു. ശുഷ്കാന്തി മനസ്സിന് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിജയം പ്രവർത്തന രംഗത്ത് ഒരു തിളക്കമായി മാറുന്നു. അത് സാമ്പത്തികമായ ഭദ്രത ഇവരിൽ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലെ ഈ ശക്തി ഈ ആഴ്ച ഉടനീളം അവർക്ക് നിൽക്കുമെന്നാണ് കാണുന്നത്. ഇടയ്ക്ക് ചിലപ്പോൾ വൈകാരികമായ ചില തള്ളിച്ചയാൽ ഉണ്ടാകാവുന്ന വാക്പാരുഷ്യം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളേ ഉള്ളൂ. അത് അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അയൽക്കാരുമായോ അല്ലെങ്കിൽ സ്ത്രീകളുമായോ ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് തിരിച്ചും സംഭവിക്കാം. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് കാണുന്നു. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം 2ാം പകുതിയുടെ തുടക്ക ദിവസങ്ങളും ഇവർക്ക് വളരെ ഗുണകരമാണ്. അപ്പോഴും ശുഷ്കാന്തിയും കാര്യപ്രാപ്തിയോടും കൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയും മറ്റൊരു ദിവസവും കാണിക്കാത്ത ഒരു വീര്യവും അതുപോലെ തന്നെ വിജയവും ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി നല്ല സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. സഹോദരങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്ക് സഹായമുണ്ടാകുന്നു. തിരിച്ചവരെയും സഹായിക്കാൻ സാധിക്കുന്നു. മുഖം വളരെ ശ്രദ്ധിക്കണം. മായ നേട്ടമുണ്ടാകുമെങ്കിലും മുഖത്തിന് ചില അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല്ല്, മൂക്ക്, മോണ, ത്രോട്ട് ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1 അതിനുശേഷം 30, 1 ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ. അതിനുശേഷം 4, 5 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്ക്. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി കറുത്ത വസ്ത്രം ധരിച്ച് ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ പോവുക. എള്ള് കിഴികെട്ടി കത്തിക്കുക. അതുപോലെ തന്നെ ജപിക്കുക ഓം ശനീശ്വരായ നമ എന്ന്. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. പിന്നെ തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക്. 100 പാലും കൊടുക്കുക നാഗങ്ങൾക്ക്. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക കേതുദോഷ പരിഹാരത്തിന്. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക, അതുപോലെ ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ നെയ്യപ്പം, അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാൽപ്പായസ നൈവേദ്യവും ഏറ്റവും ഇഷ്ടമാണ് വിഷ്ണു മഹാദേവൻ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.